യഥാർത്ഥത്തിൽ CPM ഇവിടെ എന്താ ചെയ്യുന്നത്? CPMന്റെ തന്ത്രം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഞങ്ങൾ പറഞ്ഞപ്പോൾ ആളുകൾക്ക് വിശ്വസിക്കാൻ ആ ഘട്ടത്തിൽ ഒരുപക്ഷെ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് പോക്കറ്റടിക്കാരൻ്റെ തന്ത്രമാണ്. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാർ ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മറ്റേ ആരെങ്കിലും പോക്കറ്റടിക്കാരായിട്ട് ചിത്രീകരിക്കുന്നത്. അവനാണ് പോക്കറ്റടിക്കുന്നത്, ഇവനാണ് പോക്കറ്റടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒച്ചവിളി ഉണ്ടാക്കും. ആളുകളെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോകും. ഇവന് സുഖമായിട്ട് പോക്കറ്റടിക്കാൻ പറ്റും. ഇതല്ലേ കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ചും കോൺഗ്രസിലെ നേതാക്കന്മാരെ കുറിച്ചും ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്? കോൺഗ്രസിൽ ആ നേതാവ് പോകുന്നു, കോൺഗ്രസിൽ ഈ നേതാവ് പോകുന്നു, ശശി തരൂരൊക്കെ BJPയിലേക്ക് പോകുമെന്ന് 10 വർഷമായിട്ട് ഇവർ പറഞ്ഞു നടക്കുകയാണ്. അടൂർ പ്രകാശ് BJPയിൽ പോകുന്നത് എത്ര കാലമായിട്ട് പറഞ്ഞു കൊടുക്കുക. K. സുധാകരൻ BJPയിൽ പോകുന്നത് എത്ര കാലമായിട്ട് ഇവർ പറഞ്ഞു നടക്കുക. അപ്പോൾ ഇവരുടെ നേതാക്കളാണ് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കയ്യോടെ പിടികൂടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും കാലം ഞങ്ങൾക്കെതിരെ ഈ പറഞ്ഞ വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് സംതൃപ്തിയുണ്ട്.